ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭകളുടെ ക്രിസ്തു എന്ന തലക്കെട്ടിലുള്ള ആത്മീക പാഠങ്ങൾ നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വവും പ്രത്യേകതകളുമാണ് കഴിഞ്ഞ അനേക ആഴ്ചകളായി നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂത് നൽകുമ്പോൾ കർത്താവ് വിശുദ്ധനാണ് എന്ന് കർത്താവ് തന്നെ അവകാശപ്പെടുന്ന ആ മനോഹരമായ സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ കടപ്പാടുണ്ട് എന്നുള്ളതായ സത്യം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ വിശുദ്ധി സൂക്ഷിക്കണം എന്നുള്ളതായ മനോഹരമായ പാഠമാണ് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവഴുത്തിൽ അനേക സ്ഥലങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നൊരു വാചകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ഓർത്തു. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ആരാധനയിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് നാം ആ ബന്ധത്തിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും ലളിതമായ ചില സത്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തു. അതിൽ 4-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധി സൂക്ഷിക്കേണ്ടവർ വിശുദ്ധമായ വചനം സൂക്ഷിക്കണം. അതിൻ്റെ സാമാന്യം വിശദീകരണങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ദൈവത്തിൻ്റെ വചനം വിശുദ്ധമാണ്. ആ വാക്യം നമ്മൾ ഓർത്തായിരുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ വചനമാണ്, വിശുദ്ധമായ വചനമാണ് നമ്മെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് അടിസ്ഥാനമായിട്ടുള്ളത്. അത് നമ്മൾ കാണുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഞാൻ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പറഞ്ഞായിരുന്നു. അവിടെ പള്ളിപ്രമാണിയായ ക്രിസ്പൂസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ച് ദൈവകൃപയിലേക്ക് വന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അവിടെ ഒരു വാചകം നമ്മൾ ഓർത്തു. കൊരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു എന്നുള്ളതിലൂടെ വളരെ അത്ഭുതകരമായ വിശുദ്ധിയാണ് അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു പ്രവൃത്തിയും കൂടാതെ, ഒരധ്വാനവും കൂടാതെ, കൃപയാൽ വിശ്വാസത്താൽ അവർ പൂർണ്ണ വിശുദ്ധരായിട്ട് തീരുകയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അവരെയും ശുദ്ധീകരിച്ചത് എന്താണ്? വചനമാണ്. വചനത്തോടുള്ള ശരിയായ ആഭിമുഖ്യം അവരിൽ വരുത്തിയ അത്ഭുതകരമായ രൂപാന്തരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. ദൈവശാസ്ത്രപ്രകാരം ആ വിശുദ്ധിക്ക് സ്ഥാനീയമായ വിശുദ്ധി, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ 2-ാം ഭാഗം കൂടി ഞാനൊന്ന് ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയിലേക്ക് വന്ന ദൈവമക്കളായ നാം പാപത്തിൻ്റെ അശുദ്ധിയിൽ അകപ്പെട്ടു പോകുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ തുടർമാനമായി നമുക്ക് വിശുദ്ധി സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. വളരെ പ്രസിദ്ധമായൊരു വാക്യം നമ്മുടെ മനസ്സിൽ വരും.
ബാലൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ഒരിക്കൽ ഈ ശുദ്ധീകരണം പ്രാപിച്ച നമുക്ക് നിരന്തരം ദൈവവചനത്തോടുള്ള ഏറ്റവും സജീവമായ ബന്ധം സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. ഈ കാര്യത്തിൽ ക്ഷീണം വന്നാൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കും എന്നുള്ളതായ സത്യം വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടിയതാണ്. അതുകൊണ്ട് ദൈവമക്കളായ നാം ദൈവവചനത്തോടുള്ള തുടർമാനമായ ബന്ധം ആരോഗ്യപരമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് സൂക്ഷിക്കുന്ന ദൈവമക്കളും സൂക്ഷിക്കാത്തവരും തമ്മിൽ സാരമായ വ്യത്യാസം പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകും. ആദ്യം ലഭിച്ച ശുദ്ധീകരണത്തിൽ വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ തുടർമാനമായിട്ട് സൂക്ഷിക്കപ്പെടേണ്ട വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ വചനത്തോട് പുലർത്തുന്നതായ ആരോഗ്യപരമായ ആഭിമുഖ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതായ കാര്യം തിരുവെഴുത്തുടനീളം വെളിപ്പെടുത്തുന്നതായ സത്യമാണ്. ഞാനൊരു 2 വാക്യം ആ ബന്ധത്തിൽ ചേർത്ത് ഓർപ്പിക്കുന്നു. നമുക്ക് പരിചയമുള്ള വാക്യമാണ്, ഒന്ന് ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. തെസലോനിക്ക സഭ വിജയകരമായി സാക്ഷ്യം വഹിച്ച സഭയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പല കാരണങ്ങളിൽ ആ സഭയെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വചനത്തോട് സൂക്ഷിച്ച ബന്ധം വെളിപ്പെടുത്തുന്നൊരു വാക്യം വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ അത് ഓർത്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് വായിച്ച് മാത്രം പോകാം എന്ന് കരുതുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവരോട് ധാരാളം വചനം പറഞ്ഞ അപ്പൊസ്തലനായ പൗലോസ് അവർ സൂക്ഷിച്ചതായ ആരോഗ്യപരമായ വചനബന്ധത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴൊന്ന് വായിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് ആ വാക്യം എല്ലാവരും മനഃപ്പാഠം പഠിച്ചിരുന്ന നല്ലൊരു വാക്യമാണ്. വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ വചനത്തോടവർ പുലർത്തിയ മാതൃകാപരമായ ആഭിമുഖ്യം പ്രശംസയായിട്ട് പൗലോസ് എടുത്ത് പറയുകയാണ്. ഈ ദൈവദാസന്മാർ വചനമാണ് അവിടെ പ്രസംഗിച്ചത്. എന്ത് പ്രാഗൽഭ്യത്തോടെയാണ് അവരത് പറയുന്നത്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. പ്രസംഗിക്കുന്നവരെന്തേ പ്രസംഗിക്കാവൂ? വചനമേ പ്രസംഗിക്കാവൂ. അതുകൊണ്ട് അപ്പൊസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യന് കൊടുക്കുന്നൊരു പ്രബോധനം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു കൽപ്പനയാണ്, വചനം പ്രസംഗിക്കുക. അപ്പോൾ ആ കൽപ്പനയോടുള്ള വിശ്വസ്തത താൻ പ്രബോധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, തൻ്റെ ശുശ്രൂഷയിൽ അത് വളരെ കൃത്യമായി സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വളരെ അനുകരണീയമായ മാതൃകയാണ്. പ്രസംഗിക്കപ്പെട്ട വചനത്തോട് തെസ്സലോനിക്ക സഭ പുലർത്തിയ ആഭിമുഖ്യം നമ്മൾ കാണുകയാണ്. അവിടെ പല സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. പ്രസംഗിച്ചാലും എല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ, അല്ലേ? പ്രസംഗിക്കെടുത്ത് വന്നാലല്ലേ കേൾക്കുള്ളൂ, അല്ലേ? വരണം. അപ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്ന ആളുകൾക്ക് സഭയിൽ പ്രസംഗങ്ങളൊക്കെ നടന്നാലും അവർക്ക് കേൾക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു എന്ന് ഈ ദൈവദാസൻ സന്തോഷത്തോടെ പറയുമ്പോൾ അവർ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ
അതിൽ പങ്കുകൊണ്ടതിലുള്ള സന്തോഷം കൂടി വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ കർത്താവ് വന്ന് പലസ്തീൻ്റെ തെരുക്കളിൽ വചനം പ്രസംഗിച്ചു. പക്ഷെ പ്രസംഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വേദനയോടെ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. തെക്കേ രാജ്ഞി എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. അതിൻ്റെ കാരണം പറഞ്ഞത്, അവൾ ശലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. അടുത്ത വാചകം നിങ്ങൾ ഓർക്കണ്ടോ? ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ശലോമോനിലും വലിയവൻ സാക്ഷാൽ വചനമായവൻ വന്ന് അവരുടെ തെരുക്കളിൽ വചനം പ്രസംഗിച്ചു. പക്ഷെ കർത്താവിൻ്റെ വേദന, അവരിൽ പലർക്കും അത് വന്ന് കേട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഗൗരവമായി പറയുക, നിങ്ങൾക്ക് അവസരം കിട്ടിയ ആളുകളാണ്. അവരെ പോലെ അവസരം കിട്ടിയ ആളുകൾ വേറെ ഒരു തലമുറയിലും കാണുകയില്ല. കർത്താവിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടിയ തലമുറ എത്രയോ ഭാഗ്യമുള്ള തലമുറയാണ്. പക്ഷേ അവസരം പ്രയോജനപ്പെടുത്താത്തതുകൊണ്ട് കർത്താവ് പറയുകയാണ്, തെക്കേ രാജ്ഞി എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കും. കാരണം അവൾ അവസരം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയതാണ്. കർത്താവിൻ്റെ വചനം കേൾക്കാനല്ല, പിന്നെ ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിക്കുമ്പോൾ ഞാനത് ഓർക്കാറുണ്ട്. പൗലോസിനിവിടെ ദുഃഖമില്ല. കാരണം ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അവരത് കൈക്കൊണ്ടു. 1-ാം അധ്യായത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ വചനം കേട്ടു. വചനം അവർ വിശ്വസിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം അവരിൽ വ്യാപരിച്ച് അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇവരെ പല കാര്യത്തിലും പൗലോസ് പ്രശംസിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ സഹോദര പ്രീതിയിൽ കുറ്റം പറയാൻ വകയില്ലാത്ത നിലയിൽ ഈ സഭ ജയാളികളായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമുക്ക് ദൈവവചനത്തോട് ഏറ്റവും ശരിയായ ബന്ധം സജീവമായി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചാൽ വചനത്താലുള്ള ശുദ്ധീകരണത്തിൻ്റെ വിശുദ്ധിയുടെ വഴിയിൽ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെയൊരു സഭ മുമ്പോട്ട് പോയാൽ നമ്മൾ ലുദ്ദയിലുള്ള ആളുകളെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് പോലെ അങ്ങനെയുള്ള സഭയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന ആരുടെ അടുക്കൽ ചെന്നു? വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളും വിശുദ്ധരായി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ വിലയേറിയ വചനം മുഖാന്തരമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പരിചയമുള്ള ഒരു വേദഭാഗം കൂടി, ഒരു ഉദാഹരണം കൂടി ആ ബന്ധത്തിൽ ഞാനൊന്ന് ചേർത്ത് സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വിശുദ്ധ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്യമാണ്. ഒന്ന് വായിച്ചോളൂ. നമുക്കത് മനപ്പാടമൊക്കെ പറയാൻ പറ്റുന്നവരായിരിക്കും, എങ്കിലും ഒന്ന് വായിച്ചോളൂ. 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. വിശുദ്ധിയെ ദൈവഭയത്തിൽ തികച്ചുകൊള്ളുക. ഞാൻ വേറെ കാര്യങ്ങളൊന്നും ആ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിശുദ്ധി സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രബോധനമാണ് ഇവിടെ കൊരിന്തിലെ സഭയ്ക്ക് നൽകുന്നത്.
ആ വാക്യം തുടങ്ങുമ്പോൾ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? വാഗ്ദത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സന്ദേശം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നൽകുന്നത്. പ്രധാനമായിട്ട് 2 വാഗ്ദത്തങ്ങൾ നമ്മൾ കാണുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ, ഞാൻ സമയം ലാഭിക്കാനായിട്ടത് പറയുന്നു, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. എന്തൊരു അനുഗ്രഹീതമായ വാഗ്ദത്തമാണ് ദൈവാത്മാവ് നൽകുന്നത്. ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോൾ അതെന്തിനാ ഉണ്ടാക്കുന്നതെന്ന് ദൈവം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. സുവിശേഷത്താൽ സാധിച്ച വലിയ കാര്യം അതാണ്. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ആ വാഗ്ദത്തത്തിൻ്റെ മഹത്വം ആ വാചകത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്കുള്ള വലിയ അനുഗ്രഹമാണത്. കർത്താവ് നമ്മിൽ വസിക്കുന്നു, നമ്മുടെ ഇടയിൽ നടക്കുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്നുള്ളതായ മനോഹരമായ വാക്കുകൾ നമ്മൾ കാണുകയാണ്. 1-ാമത്തെ വാഗ്ദത്തം അതാണ്. പിന്നെ 18-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അപ്പോൾ കാര്യം നമ്മൾ സാധാരണ വായിച്ചു പോകുന്നതായൊരു കാര്യമാണ്. പക്ഷേ ദൈവം എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ വാഗ്ദത്തം നൽകുന്നത്. ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ മക്കളാണെങ്കിൽ പോലും വല്ലാത്തൊരു സാക്ഷ്യക്കുറവിൽ അകപ്പെട്ട് പോയാൽ സ്വാഭാവികമായിട്ട് എൻ്റെ മോനാണ് എന്ന് പറയാനൊരു വിഷമം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. നമ്മളും കുറവുള്ള ആളുകളൊക്കെയാണ്, എങ്കിലും അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇവിടെ വിശുദ്ധനായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവ് ആയിരിക്കും. അപ്പോൾ ദൈവം അതെന്ത് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുവാനിടയായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, വളരെ ഉന്നതമായ 2 അനുഗ്രഹ വാഗ്ദത്തങ്ങൾ നൽകിയിട്ട് 7-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുക, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ പ്രബോധനം ദൈവാത്മാവ് അവിടെ നൽകുകയാണ്. ഈ 6-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും വിശുദ്ധി പ്രായോഗിക തലത്തിൽ സൂക്ഷിക്കേണ്ടതിന് പുലർത്തേണ്ടുന്ന, അനുസരിക്കേണ്ടുന്ന ചില കൽപ്പനകൾ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആ കൽപ്പന വിരൽ മടക്കി പറയുക മാത്രം ചെയ്യാം. വിശദീകരണങ്ങൾ ഒത്തിരി
പറയാതെ. 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വളരെ പ്രസിദ്ധമായൊരു കൽപ്പനയാണ് വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. ആ കൽപ്പന നമുക്കെല്ലാം അറിയാം, നോക്കി വായിക്കണമെന്നില്ല. നിങ്ങൾ ആ വിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. അപ്പോൾ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവ് ആവർത്തിച്ച് നൽകുന്ന കൽപ്പനയാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ നടുവിൽ പലപ്പോഴും. ഈ പാപത്തിൻ്റെ ഗൗരവം ദൈവജനം കണ്ടെത്തി തിരിച്ചറിഞ്ഞ കാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. എസ്രയുടെ പുസ്തകത്തിൽ ദൈവവചനത്തിൻ്റെ നല്ല പ്രകാശനം അവർക്ക് കിട്ടാനിടയായിട്ട് തീർന്നപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും ഗുരുതരമായ പാപം ഇതായിരുന്നു. അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട്: വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെന്തൊരു ഗൗരവമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ നാടുകളിലൊക്കെ ദൈവജനത്തിൻ്റെ നടുവിലും ഇങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങളും ഒക്കെ പലപ്പോഴും കാണുന്നു എന്നുള്ളത് ഈ കൽപ്പനയുടെ കഠിനമായ ലംഘനമായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു ഭയനിർദ്ദേശമായിട്ട് പറയട്ടെ. വിശുദ്ധനായ ദൈവത്തിൻ്റെ സഭയിൽ ഉൾക്കൊള്ളുന്ന ദൈവമക്കൾ ഈ കൽപ്പനയോട് എത്രയോ ഗൗരവമായ അനുസരണം സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലുള്ള ഉണർവിൻ തീരുമാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എസ്രയുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും ചേർന്ന് പോകുന്നതാണല്ലോ. ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണല്ലോ. എസ്രയുടെ പുസ്തകത്തിൽ വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി എന്നുള്ള വേദനയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ പാപത്തിനും പരിഹാരം കണ്ടെത്തി ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരികയാണ്. ഒത്തിരി തീരുമാനങ്ങളുണ്ട്. അതിൽ ഈ ബന്ധത്തിലൊരു തീരുമാനം നെഹമ്യാവ് 10-ന്റെ 30-ാമത്തെ ഉണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്: ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയില്ല, ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുകയുമില്ല എന്ന് അവർ ഉണർവിൻ കാലത്ത് ശപഥവും സത്യവും ചെയ്തു. അപ്പോൾ ആത്മീക ഉണർവിൽ ദൈവജനം ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നല്ല നിർണയങ്ങൾ ചെയ്യുവാൻ ഇടയായിട്ട് തീരും. ഞാൻ ഒരു വാചകം അവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. ആരാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്? കല്യാണം കഴിക്കുന്നവരാണോ തീരുമാനം എടുക്കുന്നത്? മാതാപിതാക്കളാണ് തീരുമാനം എടുക്കുന്നത്. മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയില്ല, അതുപോലെ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുകയില്ല. അപ്പോൾ അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, ഈ കൽപ്പനയൊക്കെ അനുസരിക്കാനുള്ളതായ വലിയ നിർണയത്തിലേക്ക് അവർ വരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മറ്റൊരു കൽപ്പന അവിടെയുണ്ട്. 17-ാമത്തെ വാക്യം, 6-ന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കൽപ്പന കാണുന്നു: അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. അപ്പോൾ ഈ വേർപാട് സൂക്ഷിക്കുക എന്നുള്ളത് വിശുദ്ധി സൂക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേർപാട് നഷ്ടപ്പെട്ടാൽ വിശുദ്ധിയും നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീരും. നമ്മെ കർത്താവ് വളരെ വില കൊടുത്ത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വീണ്ടെടുത്ത് തൻ്റെ വകയാക്കി നിർത്തിയിരിക്കുന്നതാണ്. പ്രവൃത്തി 2:40 ഓർക്കണ്ടല്ലോ, പത്രോസിൻ്റെ പ്രസംഗം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്നുള്ളതായ സന്ദേശമാണ് ആ ജനം കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ ഇന്ന് ഈ വാക്യത്തിലൂടെ പോകുമ്പോൾ ഓർത്തു, ഈ വേർപാടിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 1 ഒരു ശക്തമായ പ്രബോധനം അബ്രഹാമിനോട് പറയുന്നുണ്ട്.
അവിടുത്തെ അതേ ടെർമിനോളജി തന്നെയാണ് ഇവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അത്. എങ്കിലും ഒന്നങ്ങ് വായിച്ചു പോകാം. ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ വേറിട്ട് ഞാൻ ഓർത്ത ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുമ്പോൾ ഈ കൊരിന്ത് ലേഖനത്തിൽ പറയുന്ന അതേ വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു. അബ്രഹാമിനോട് എന്താ പറയുന്നത്? നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് തനിക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ വിട്ട് പുറപ്പെടാനുള്ള ആഹ്വാനം, കൽപ്പന നൽകുകയാണ്. അപ്പോൾ ഏത് കാലത്തും വേർപാട് സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവർ ഇത് അനുസരിക്കണം. വിടേണ്ട കാര്യങ്ങളെ വിട്ട് പുറപ്പെട്ട് വേർപെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കൽപ്പന കൂടിയുണ്ട്, അതോടെ അങ്ങ് വേഗത്തിൽ പറയാം. 17-ാം വാക്യത്തിൽ തന്നെയാണ് ആ കൽപ്പനയും നമ്മൾ കാണുന്നത്. അശുദ്ധമായതൊന്നും തൊടരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ മനോഹരമാണ്. ഈ വാഗ്ദത്തങ്ങൾ അനുഭവമായിട്ട് തീരണം എന്ന് വരികിൽ ഈ കൽപ്പനകൾ, ഈ വചനം കൃത്യമായി അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൽപ്പനകളോടുള്ള ഏറ്റവും ശരിയായ ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അശുദ്ധമായതൊന്നും തൊടരുത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സുരക്ഷിതമായി വിശുദ്ധി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല പാഠം അവിടെ ഉണ്ട്. ഈ അറിഞ്ഞോ അറിയാതെയോ തൊട്ടുപോകാവുന്ന അകലത്തിലായിരുന്നാൽ ചിലപ്പോൾ അറിയാതെ തൊട്ടുപോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ അശുദ്ധമായതൊന്നും തുടരുന്നുള്ള കൽപ്പന അനുസരിക്കുവാൻ ശരിയായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരു സുരക്ഷിതമായ അകലം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു പാഠമാണ്. ഈ വണ്ടികളുടെ പുറകിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന, ട്രക്കിൻ്റെ പുറകിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം ഉണ്ടല്ലോ, കീപ് യുവർ ഡിസ്റ്റൻസ്. നിങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ അകലം നിങ്ങൾ സൂക്ഷിച്ചോളണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പ്രമാണം, ഈ കൽപ്പന അവിടെ നമുക്ക് ചേർത്ത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. മുട്ടാതിരുന്നാൽ മതി, പക്ഷേ അകലം കുറഞ്ഞാൽ നമ്മൾ അറിയാതെ മുട്ടിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവ് എത്ര സുരക്ഷിതമായിട്ടുള്ള കൽപ്പനകൾ നൽകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുകയാണ്. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി 3 കൽപ്പനകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, വിശുദ്ധി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വാഗ്ദത്തങ്ങൾ ആസ്വാദ്യമാണ്. ആ വാഗ്ദത്തങ്ങൾ സൂക്ഷിക്കുവാൻ സാധിക്കുമാറ് ചേർന്ന് നൽകിയിട്ടുള്ളതായ കൽപ്പനകളോട് അനുസരണം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവാത്മാവ് എത്രയോ മനോഹരമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഇങ്ങനെ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. വിശുദ്ധമായ വചനത്തോടുള്ള അനുസരണം വിശുദ്ധ ജീവിതത്തിനായിട്ട് ഒരുക്കും. സഭാകാന്തൻ വിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മളും വിശുദ്ധരായി ഈ മേഖലകളിലൊക്കെ സാക്ഷ്യം സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇതോട് ചേർന്ന് കർത്താവ് അവകാശപ്പെടുന്ന അടുത്ത ആ വാക്കിലേക്ക് നമുക്ക് പോകാം. സത്യവാനായ
സഭകളുടെ ക്രിസ്തു. 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും. പിന്നെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അത് ലവോദിക്ക സഭയ്ക്കുള്ളതായ ദൂതാണ്. ഒന്ന് വായിച്ചു പോകാം. 3:7 നമ്മൾ പലവട്ടം വായിച്ചു. 3:14 ഒന്ന് വായിച്ച്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ അപ്പോൾ ആ സഭയ്ക്ക് ദൂത് നൽകുമ്പോഴും വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. അപ്പോൾ അവിടെ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഫിലദെൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ പരിചയപ്പെടുത്തുമ്പോഴും ആ വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് പരിചയപ്പെടുത്തുമ്പോഴും സത്യവാൻ എന്നുള്ളതായ ആ വാക്കിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സത്യവാനാണെന്നുള്ളത് നമുക്ക് സംശയമില്ലാത്തതായൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന കാര്യം, കർത്താവ് ആ കാര്യം അവകാശപ്പെടുകയാണ്. എന്തുകൊണ്ട് അവകാശപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഈ പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുമുണ്ട്. നമ്മുടെ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തണം. അല്ലാതെ എന്ത് പഠനം നടത്തിയാലും നമ്മുടെ കർത്താവ് സത്യദൈവമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, മനുഷ്യൻ്റെ പഠനം കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അവൻ സത്യദൈവമാണ്, നിത്യജീവനാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവകാശപ്പെടൽ തന്നെ എന്തിൻ്റെ തെളിവായിട്ടിരിക്കുകയാണ്? നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ മനോഹരമായ സത്യത്തെയാണ് അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവകാശവാദങ്ങൾ നടത്തിയിരുന്നു. അവകാശവാദങ്ങൾ കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. ഇതോട് വളരെ ചേർന്ന് വരുന്നൊരു അവകാശവാദം നിങ്ങൾക്ക് പറയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ കാര്യം മാളികമുറിയിലെ പ്രസംഗത്തിൻ്റെ ഇടയിൽ അവകാശപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അവിടെ ഇതുപോലെ മറ്റ് അവകാശവാദങ്ങളും ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇവിടെ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശ്വസ്തനും സത്യവാനും എന്ന് അവകാശപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് ഓർക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെയും ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കും ആ പ്രത്യേകതയോടെ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് നമ്മൾ അല്പം വൈകിയാണ് ക്ലാസ് തുടങ്ങിയെന്നുള്ളതുകൊണ്ട് നമ്മുടെ സമയം തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമയത്ത് തന്നെ നിർത്തേണ്ടിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു പ്രായോഗികമായ പാഠം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. നമ്മുടെ കർത്താവ് സത്യവാനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളായ നമ്മളും സത്യമുള്ളവർ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. സത്യം സൂക്ഷിക്കുമ്പോൾ അധികവും തെറ്റ് പറ്റുന്നത് നമ്മുടെ സംസാരത്തിലാണ്. അല്ലാതെ വരാം, സംസാരത്തിൽ തെറ്റ് പറ്റാനുള്ളതായ സാധ്യത വളരെ അധികമാണ്.
അതിൻ്റെ പല വേദഭാഗങ്ങളിൽ നമുക്ക് അതിൻ്റെ സൂചനകൾ ദൈവാത്മാവ് തരുന്നുണ്ട്. പിശാചിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മറുവശത്തൊരു കാര്യമുണ്ട്. യോഹന്നാൻ 8:44 ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യമാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ സംസാരത്തിൽ നാം സത്യമായ, സാക്ഷാൽ സത്യവാനായ കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ളത് നമ്മുടെ സംസാരത്തിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കണം. അവിടെ നമ്മൾ തെറ്റിപ്പോയാൽ നമ്മൾ ആരുടെ മക്കളാണെന്ന് ലോകം ചിന്തിച്ചു പോകും. പിശാചിൻ്റെ മക്കളാണെന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി പറഞ്ഞിരിക്കുന്നതായൊരു വാക്യമാണ്. പരിചയമുള്ള 2 വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നീക്കിക്കളയേണ്ട 5 പാപങ്ങൾ പറയുമ്പോൾ 5-ാമത്തെ പാപം ഏതാണ്? എല്ലാ നുണയും, ഇല്ലേ? സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണയും. അപ്പോൾ അത് നീക്കിക്കളയാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് വന്നു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വചനം കേൾക്കാനിരുന്നാലും വായിക്കാനിരുന്നാലും ഒന്നും വചനം മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാവില്ല. അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനിടയായി തീരണമെങ്കിൽ ഈ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. വളരെ പരിചയമുള്ളൊരു പഴയമ വാക്യം ഇവിടെ ഒന്ന് പരാമർശിക്കാം. യെശയ്യാവ് 33:15 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ള വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? നീതിയായി നടന്ന് നേർ പറയുകയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സത്യവാനാണ്. സത്യവാനായ കർത്താവിൻ്റെ മക്കളായ നാം സത്യത്തിൽ നടക്കുന്നവരും സത്യം മാത്രം സംസാരിക്കുന്നവരുമായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനൊരു വിശദീകരണം ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിലും പറയുമായിരിക്കാം. എങ്കിലും ഈ സത്യവാനാണ് കർത്താവ് എന്നുള്ളതായ ആ വാക്ക് ഞാൻ ചിന്തിക്കാനിടയായി തീർന്നപ്പോൾ ആദ്യം പ്രായോഗികമായി എൻ്റെ മനസ്സിൽ വന്നതായൊരു സത്യമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കത് സൂക്ഷിച്ച് സത്യത്തിൽ നടക്കാം. യോഹന്നാൻ പറയണ്ടല്ലോ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ നടക്കുന്നവരും സത്യം സംസാരിക്കുന്നവരുമാണെന്നുള്ള സാക്ഷ്യം നമ്മുടെ തലമുറയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ മറുവശത്ത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും നിർമ്മലമായി സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളതായ ചിന്തകളും നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളതായ ലളിതമായ പഠനങ്ങളും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് മുഖാന്തരമായിട്ട് തീരേണ്ടുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.